ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ സിലബസ് 7th സെമസ്റ്റർ ബി ഫാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളും കുറച്ച് ജനറൽ ആയിട്ടുള്ള ഫാർമസി പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇൻഡസ്ട്രിയൽ ഫാർമസി, ഇതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സുകളൊക്കെ ഏത് സ്റ്റേജ് ഓഫ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. 7th സെമസ്റ്റർ ബി ഫാമിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ പഠിക്കാനുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, അതിൻ്റെ തിയറി ആൻഡ് അതിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഫാർമസി രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫാർമസി പ്രാക്ടീസ് ആൻഡ് നോവൽ റെഗുലറി സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ്. ഇതാണ് നിങ്ങൾക്ക് 7th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ. ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാർമസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എവിടെയാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇൻഡസ്ട്രിയൽ ഫാർമസി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അത് പഠിക്കാനും കഴിയുള്ളൂ. അപ്പം ഞാൻ ഇതിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവും 5 യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം എന്താണ് ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ്, അതായത് ഒരു ഡ്രഗ് ഒരു ലാബിൽ ഡിസ്കവറി ചെയ്ത് മാർക്കറ്റിലോട്ട് എത്തുന്നത് വരെയുള്ള പ്രോസസ്സിലുള്ള ഡിഫറെൻ്റ് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അവിടെ വരുന്ന ഡിഫറെൻ്റ് ടേംസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഓരോ ടോപ്പിക്സും ഏത് സ്റ്റേജ് ഓഫ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ വി ക്യാൻ ഡിഫൈൻ ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ് ആസ് process of bringing a new pharmaceutical product to the market once a lead compound have been identified through a process of drug discovery. എന്താണ് ഡ്രഗ് ഡിസ്കവറി എന്നുള്ളത്? ആ ഡ്രഗ് ഡിസ്കവറി നടത്തിയതിന് ശേഷം മാർക്കറ്റിലോട്ട്, ഒരു കസ്റ്റമറുടെ കയ്യിലോട്ട്, ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിലോട്ട് ആ ഡ്രഗ് എത്തുന്നത് വരെയുള്ള പ്രോസസ്സിനെ ഓവറോൾ പറയുന്ന പേരാണ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. And of course, it's not an simple task or a short-term process. The process of drug discovery and development is very long, and it needs 10 years, which include the close interaction of large number of scientific disciplines. So, as a conclusion, as a summary, അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ടായിട്ട് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിനെ നമുക്കൊരു 10 സ്റ്റേജസുകളായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ അതിനെ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ആസ് എ ഫസ്റ്റ് സ്റ്റേജ്, ദ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ടാർഗറ്റ് വാലിഡേഷൻ ഓർ ബേസിക് റിസർച്ച്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കെമിസ്ട്രി കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ട് പുതുതായിട്ടൊരു മോളിക്യൂൾ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു മോളിക്യൂൾ സിന്തസിസ് ചെയ്യുന്നതോ ആ മോളിക്യൂള് ബോഡിയിലുള്ള ഏത് പ്രോട്ടീൻ ടാർഗറ്റിലാണ്. ഇപ്പം നമുക്കറിയാം, ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് 4 ടൈപ്പ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളത്. റിസപ്റ്റർ ആവാം, അയോൺ ചാനൽ ആവാം, അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എൻസൈം ആവാം. ഇതെല്ലാം പ്രോട്ടീൻ കൊണ്ടുള്ളതാണ്. ഇതിൽ ഏത് ടാർഗറ്റിലാണ് ഈ ഡ്രഗ് പോയി ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ, ഡ്രഗ് ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജിൽ സംഭവിക്കുക. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡ്രഗ് ഒക്കെ നമ്മൾ പുതിയതായിട്ടൊരു മോളിക്യൂളൊക്കെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ക്ലിനിക്കൽ ഓർ നോൺ ക്ലിനിക്കൽ ടെസ്റ്റ് ഓർ അനിമൽ ടെസ്റ്റിംഗ് ആണ്. ഈ സമയത്ത് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന മോളിക്യൂളിന് ഒരു അനിമൽസിലോട്ട്, ഹ്യൂമൻ സബ്ജക്ട്സിലോട്ടൊന്നും ഇതിന്റെ സ്റ്റഡി വരുന്നതിന് മുമ്പ് അനിമൽസിൽ അതിന്റെ ടോക്സിസിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ എഫിക്കസി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യും. സോ ബേസ്ഡ് ഓൺ ദിസ് ഡാറ്റ, സയന്റിഫിക് ഡാറ്റ വിച്ച് പ്രൂവ് ദീസ് ആർ സേഫ് ആൻഡ് എഫിക്കസ് ഇൻ അനിമൽ, we have to go for an application. That application is known as investigational new drug application. ഇനി നമ്മൾ പല യൂണിറ്റുകളിലായിട്ട് ഈ ഒരു സബ്ജക്ട്സുകളൊക്കെ നമ്മൾ പഠിക്കും. ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ സബ്ജക്ട്സിൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് അനിമൽസിൽ നമ്മൾ സ്റ്റഡി നടത്തിയതിന്റെ ഡാറ്റ വെച്ച് പ്രൂവ് ചെയ്തിട്ട്
ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി നടത്താനുള്ള അപ്രൂവൽ സീക്ക് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ്. ഏത് കൺട്രി ആണോ ആ കൺട്രിയുള്ള റെഗുലേറ്ററി അതോറിറ്റിക്കാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫില്ല് ചെയ്ത് നമുക്കത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലോട്ട് പോകും. ദാറ്റ് ഈസ് ക്ലിനിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ട്രയൽ, ക്ലിനിക്കൽ ട്രയൽ. അത് സാധാരണഗതിയിൽ 4 സ്റ്റേജിലോട്ടായിട്ടാണ് നടക്കുക. 5 സ്റ്റേജാണ് ഉള്ളത്. ഒന്ന് ആഫ്റ്റർ അപ്രൂവൽ കഴിഞ്ഞ് നടക്കുന്നതാണ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്താണ് ഹ്യൂമൻ സബ്ജക്ട്സിൽ ഈ ഡ്രഗ് സേഫ് ആണ്, എഫിക്കസ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും പ്രൊസീജിയറുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ലാബ് സ്കെയിലിലാണ്, ഒരു ചെറിയ ഒരു ലാബിലായിരിക്കും. ഈ ഒരു ലാബിനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡ്രഗ് കണ്ടെത്തി അതൊരു ഫോർമുലേഷനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അതൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ, സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി, വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്റ്റഡീസുകളൊക്കെ നടത്തും. അതിന് പറയുന്ന പേരാണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്താണ് നമ്മൾ ചിലപ്പോൾ ലാബിൽ നമ്മൾ 100 ഫോർമുലേഷൻ ആണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് വഴി നമ്മൾ അതൊരു 1000 അല്ലെങ്കിൽ 2000 റേഞ്ചിലോട്ടൊക്കെ ഇൻക്രീസ് ചെയ്യിക്കും. മാനുഫാക്ചറിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ലാക്സിലായിരിക്കും ഓരോ ബാച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മാനുഫാക്ചറിങ്ങിൽ ലോട്ട്സ് ഓഫ് മണി നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പൊ ആ മണി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ വോളിയം കൂട്ടി നോക്കുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തും. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ദ ഡാറ്റ ഓഫ് ക്ലിനിക്കൽ ട്രയൽ ആൻഡ് പ്രീ ക്ലിനിക്കൽ ട്രയൽ നമ്മൾ അടുത്തൊരു അപ്ലിക്കേഷൻ കൊടുക്കും. അതാണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ NDA എന്ന് പറയുന്നത്. സെയിം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് അതാത് കൺട്രീസിലോട്ടാണ്. ഇന്ത്യയിലാണെങ്കിൽ CDSCO, അതല്ലാന്നുണ്ടെങ്കിൽ US FDA, ഇങ്ങനെയാണ്. ഇന്റർനാഷണലി ആണെങ്കിൽ FDA അപ്രൂവൽ ആണ് നമ്മൾ സീക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അതാത് റെഗുലേറ്ററി അതോറിറ്റി നമ്മളുടെ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തു, അവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് അത് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഡ്രഗ് മാർക്കറ്റിലോട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർമിഷൻ നമുക്ക് റെഗുലേറ്ററി അതോറിറ്റി തരും. ഇങ്ങനെ റെഗുലേറ്ററി അതോറിറ്റി നമുക്ക് ഒരു അപ്രൂവൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ പ്രൊഡ്യൂസ് ഇൻ ലാർജ് സ്കെയിൽ ഓർ വി ക്യാൻ മാനുഫാക്ചർ. ഓർ ഈ ഒരു പ്രോസസ്സിന്റെ ഇടക്ക് ഈ എൻറ്റയർ ഡിസ്കവറി ഒരു നോവൽ ആയിട്ടുള്ള ഡിസ്കവറി ആണെങ്കിൽ, ഇതുവരെ ആരും കണ്ടെത്താത്ത രീതിയിലുള്ള ഒരു ഡിസ്കവറി ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു ഡിസ്കവറിയെ നമുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു നോൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാറ്റന്റിങ് എന്ന് പറയുന്നത്. ഇതുവരെ ആരും കണ്ടെത്താത്ത രീതിയിലുള്ള ഒരു ഇൻവെൻഷൻ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രം ആ ഒരു ഇൻവെൻഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ തരുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഒരു പാറ്റന്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ കമ്പനി തീരുമാനിക്കുകയാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന ആ ടെക്നോളജി അവർ സെല്ല് ചെയ്യാണ്, വേറൊരു കമ്പനിക്ക് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി അവർ ടെക്നോളജി ട്രാൻസ്ഫർ നടത്തുക എന്നുള്ള പ്രോസസ്സും വേണമെങ്കിൽ അവർക്ക് നടത്താം. സോ ഈ ഒരു പ്രോസസ്സിലാണ് കൂടുതലായിട്ട് അത് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് പേഷ്യൻസിന്റെ കയ്യിലോട്ടെത്തും. ഡ്യൂറിങ് ദിസ് ടൈം ഇഫ് ദർ ഈസ് എനി ഇൻകോമ്പാക്റ്റബിലിറ്റി അല്ലെങ്കിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അതിനു വേണ്ടിയിട്ട് ഒരു ഫേസ് 4 ക്ലിനിക്കൽ ട്രയൽ, പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്രഗ് അപ്രൂവൽ എന്ന് പറയുന്ന പ്രോസസ്സുകളൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ എല്ലാ അതോറിറ്റിയും റെഗുലേറ്ററി അതോറിറ്റി ഓഫ് റെസ്പെക്റ്റീവ് കൺട്രീസിനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മളുടെ സിലബസിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ആണ്. അപ്പൊ എവിടെ വരുന്നതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നോളജി ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അപ്പൊ അതും എവിടെ വരുന്ന ടോപ്പിക് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേറ്ററി അതോറിറ്റി
അല്ലെങ്കിൽ റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഡ്രഗ് ഒരു കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ IND അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് NDA അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ചാണ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 4 വരുന്ന സമയത്ത് വെരി സ്പെസിഫിക് ടു ഇന്ത്യയിലുള്ള റെഗുലേറ്ററി അതോറിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. യൂണിറ്റ് 5 വരുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രി, അവിടെ വരുന്ന സേഫ്റ്റി, അതിനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ളതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മളൊന്ന് പറയുന്നുണ്ട് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ. ബിക്കോസ് ഈ ഒരു ഫാർമസി പ്രൊഫഷനിൽ പഠിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻ്റയർ കരിക്കുലം പ്രൊഫഷൻ ഒക്കെ നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സിനെ തന്നെ ബേസിക് റിസർച്ച്, യൂഷ്വലി ഒരു 2 to 3 ഇയർ ഒക്കെ എടുത്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെയാണ് ന്യൂ കോമ്പൗണ്ട്സുകളൊക്കെ ഡിസ്കവർ ചെയ്യുന്നത്. ഇവിടെയാണ് സിന്തസിസ് ഓഫ് ന്യൂ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് ഏത് ടാർജറ്റിലാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്, എത്രത്തോളം അതിന് സേഫ്റ്റി ഉണ്ട്, എഫിക്കസി സ്ക്രീനിങ് നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ഡ്രഗിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വെദർ ദേ ആർ ലൈപ്പിഡ് സോളിബിൾ ഓർ വാട്ടർ സോളിബിൾ, ഏത് റൂട്ടിൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് നമ്മൾ ഒരു ഫോർമുലയാക്കി മാറ്റുന്ന, ഒരു ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റും കൂടി നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ബേസിക് റിസർച്ച് എന്ന്. ഈ സമയത്താണ് അതൊരു ലാബ് സ്കെയിലിൽ ഒരു ഫോർമുലേഷൻ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന, ടാബ്ലറ്റോ ക്യാപ്സ്യൂളോ ഇഞ്ചക്ഷൻസുകളോ ഏത് രൂപത്തിലാണ് അതൊരു ഫോർമുലേഷൻ ആക്കി മാറ്റുന്നത് എന്നെല്ലാം നടക്കുന്ന ഒരു സ്റ്റേജാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഒരു ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർമുലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സബ്ജക്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു അനിമൽ സ്റ്റഡീസ് നടക്കും. അതിനെയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറയാം. ഇത് യൂഷ്വലി ഒരു ഡ്രഗ് റിസർച്ച്, ബേസിക് റിസർച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3 to 5 ഇയേഴ്സ് ഒക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെയാണ് പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കോമ്പൗണ്ടിന്റെയും അതിന്റെ ഡോസേജ് ഫോമിന്റെയും ഫാർമക്കോളജിക്കൽ എഫിഷ്യൻസി, ആ ഡ്രഗിന് എഫക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ഫാർമക്കോ കൈനറ്റിക് സ്റ്റഡീസ്, ആ ഫോർമുലേഷൻ ഒരാൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ, ഈ പ്രോസസ് ഒക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടാണ് നടക്കുന്നത് നോക്കുന്നത്. ടോക്സിസിറ്റി സ്റ്റഡീസ്, എത്രത്തോളം അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് നോക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഫോർമുലേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേഞ്ചസുകൾ വേണം എന്ന് മാറ്റുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസിന്റെ സമയത്താണ്. സോ ആഫ്റ്റർ ദ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ആണ്, എഫിക്കസ് ആണ് എന്ന് അനിമൽ സ്റ്റഡീസ് വഴി നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ വെച്ച് നമ്മൾ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഈച്ച് കൺട്രീസിലോട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. അതാണ് IND അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഗുലേറ്ററി അതോറിറ്റി അത് റിവ്യൂ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ we will get permission to start the clinical study. ഹ്യൂമൻ സബ്ജക്ട്സിൽ അതിന്റെ എഫിക്കസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദീസ് സ്റ്റേജിലാണ് യൂഷ്വലി നമ്മൾ 3 സ്റ്റേജുകളായിട്ടാണ്, 4 സ്റ്റേജാണ് ഉള്ളത്. അതിൽ 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ phase 1 ഒരു 20 to 80 നമ്പേഴ്സ് വരെയുള്ള ഒരു ഹ്യൂമൻ വളണ്ടിയേഴ്സിൽ, ഡിസീസ് ഇല്ലാത്ത ആൾക്കാരിൽ ഡ്രഗിന്റെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഇറ്റ് സൈഡ് എഫക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുന്ന ഒരു ഫേസ് ആണ് phase 1 എന്ന് പറയുന്നത്. ഇനി phase 2 വരുന്ന സമയത്ത് വി വിൽ കൺഫേം ദ എഫിക്കസി. ആദ്യത്തെ നമ്മൾ സേഫ്റ്റി നോക്കി, രണ്ടാമത്തത് ഒരു 1000 അല്ലെങ്കിൽ 100 to 200 വരെയൊക്കെയുള്ള നമ്പറിൽ ആ ഒരു ലാർജ് നമ്പർ, ഗ്രേറ്റർ ദാൻ 100 നമ്പർ വരെയുള്ള ഒരു നമ്പർ ഓഫ് ഡിസീസ്ഡ് പേഷ്യൻസിൽ നമ്മൾ അതിന്റെ എഫിക്കസി കൺഫേം ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ phase 3 നമ്മൾ എഗെയിൻ എഫിക്കസി ആൻഡ് സേഫ്റ്റി ഒന്നും കൂടി കൺഫേം ചെയ്യും വിത്ത് ലാർജ് പോപ്പുലേഷൻ, കൂടുതൽ ആൾക്ക് ഒരു 1000-2000 റേഞ്ചിലൊക്കെയുള്ള പേഷ്യൻസിൽ നമ്മൾ അത് സ്റ്റഡി ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം 3 to 7 ഇയേഴ്സ് വരെയൊക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്ലിനിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സമയത്ത് phase 3 സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു,
we are proving that our drug, our formulation is safe and efficacious with the scientific data. We can apply for new drug application. ഈ ഒരു അപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡ്രഗ് മാർക്കറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള പെർമിഷൻ റെഗുലേറ്ററി അതോറിറ്റി നമുക്ക് തരുള്ളൂ. സോ യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് another 1 year to get approval from the regulatory authority of new drug application. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലേറ്ററി അതോറിറ്റി they will review the new drug application and they will review it, and if it is approved, they will approve it, and approve ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത് റെസ്പെക്റ്റീവ് കൺട്രീസിലുള്ള ഡ്രഗ് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യും. അതിനുശേഷം അതാത് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ആ പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലായിട്ട് മാനുഫാക്ചർ ചെയ്യാം. മാനുഫാക്ചർ ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ഫേസ് 4 ക്ലിനിക്കൽ ട്രയൽ കണ്ടിന്യൂ ചെയ്യും. മാർക്കറ്റിൽ എത്തിയതിനു ശേഷം ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസുകളോ അഡ്വേഴ്സ് റിയാക്ഷൻസുകളോ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസിന്റെ ഭാഗമായിട്ട് നോക്കും. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എക്സ്ട്രാ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്. എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ പാറ്റന്റ് എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സിന്റെ ഏതെങ്കിലും സ്റ്റേജിൽ അത് റിസർച്ച് നടക്കുന്ന ആ ഒരു കമ്പനിക്ക് മനസ്സിലാവുകയാണ് ഒരു പുതുതായിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണ്, പുതുതായിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്, പുതുതായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്ലൈ ഫോർ ദെയർ പാറ്റന്റ്. പാറ്റന്റ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി റൈറ്റ് ആണ്. അതായത് അവരുടെ ഇൻവെൻഷൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നോൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുന്ന ആ ഇൻവെന്റർക്ക് മാത്രം ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു ലോ ആണ് പാറ്റന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ് ഡിസ്കവറി സ്റ്റേജിന്റെ ഇടയിൽ ഫേസ് 2 ഒക്കെ കഴിയുന്ന സമയത്താണ് പുതിയൊരു ഡ്രഗ് ആണെന്നും ആ ഡ്രഗിന് എഫിക്കസി ഉണ്ട് എന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള അപ്ലൈ ചെയ്ത ഡേറ്റ് തൊട്ട് 20 years വരെയുള്ള ഒരു ടൈം ആ ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ആ ഒരു റിസർച്ചർക്ക് മാത്രം ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ലീഗലി നമുക്ക് കിട്ടും. അപ്പൊ അതിനെയാണ് പാറ്റന്റിങ് എന്ന് പറയുന്നത്. പാറ്റന്റിങ് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 4 വർഷം സമയമൊക്കെ എടുക്കുന്നുണ്ട് പാറ്റന്റ് ഗ്രാൻഡ് ചെയ്യാൻ. അപ്പൊ ബാക്കിയുള്ള ഒരു 16 വർഷം ഒക്കെയാണ് അല്ലെങ്കിൽ 16 വർഷമൊക്കെയാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ആ ഡാറ്റ യൂസ് ചെയ്യാനുള്ള ആഫ്റ്റർ ദ മാർക്കറ്റിംഗ്. കാരണം അതുവരെ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനമാണ്. ബാക്കിയുള്ള ഫേസ് 3 പ്രൊഡക്റ്റ് അപ്രൂവൽ ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ എത്തിയത് തൊട്ട് കുറച്ച് കാലമായിരിക്കും നമുക്ക് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാറ്റന്റിങ് പ്രോപ്പർട്ടി നോൺ കോമ്പറ്റേറ്റീവ് ആയിട്ട് വേറൊരാൾക്കും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പാറ്റന്റിനെ കുറിച്ച്, പാറ്റന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാറ്റന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, അവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത് അവർക്ക് മാത്രം മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ആ ഒരു കമ്പനി വിചാരിക്കുകയാണ് എനിക്ക് വേറെ ഒരു കമ്പനിക്ക് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ടെക്നോളജി അവർക്ക് ലീഗലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് കുറച്ച് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ആ രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ബേസിക് റിസർച്ച് നടത്തി കഴിഞ്ഞ് ഡ്രഗ് ഡിസ്കവറി നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 5,000 to 20,000 കോമ്പൗണ്ട് വരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി അതിന്റെ സേഫ്റ്റി എഫിക്കസി ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്കൊരു 250 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്കെ ആയിരിക്കും സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 250 തന്നെ ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു 5 മോളിക്യൂൾസുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അത് സേഫ് ആണ്, എഫിക്കസ് ആണ്, ഹ്യൂമനിൽ സേഫ് ആണ്, എഫിക്കസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം FDA റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡ്രഗിനാണ് നമുക്ക് അപ്രൂവൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 സാധനങ്ങളാണ് IND അപ്ലിക്കേഷനും NDA അപ്ലിക്കേഷനും. ബേസിക് റിസർച്ച് കഴിഞ്ഞു, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ പ്രീ ഫോർമുലേഷൻ, സിന്തസിസ്, ടോക്സിക്കോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഡാറ്റ വെച്ച്
നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അനിമൽസിൽ അതിന്റെ എഫിക്കസി സേഫ്റ്റി പ്രൂവ് ചെയ്യുന്ന ഡാറ്റ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് IND അപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സിൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ സീക്ക് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമുലേഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ മോഡിഫിക്കേഷനോ ഫൈനൽ ഫോർമുലേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് ഹ്യൂമൻ സബ്ജക്ട്സിൽ ഈ ഫോർമുലേഷൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് അതിന്റെ സേഫ്റ്റി ആൻഡ് എഫിക്കസി അഗെയിൻ പ്രൂവ് ചെയ്യും. phase 1, phase 2, phase 3 ഫേസുകളിലായിട്ട് അതിന്റെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യും ടു റെഗുലേറ്ററി അതോറിറ്റി ഓഫ് റെസ്പെക്റ്റീവ് കൺട്രി. അപ്പോൾ ആണ് നമുക്ക് അത് മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അതായത് റെഗുലേറ്ററി അതോറിറ്റി തരുന്നത്. മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ അധികം കാര്യങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ റിസ്ക് മിറ്റിഗേഷൻ, കൗണ്ടർ ഫിറ്റ് അനാലിസിസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വീണ്ടും നമ്മൾ സ്റ്റഡി നടത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ചും ഡ്രഗ് റിസർച്ചിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയധികം ടേംസുകൾ പറഞ്ഞു. അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. ഒന്ന് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, അതൊരു ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അത് ഡ്രഗ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽ വഴി കൺഫേം ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ച് ഒരു ഡ്രഗ് മാർക്കറ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നതാണ്. ഇനി വേറെ രണ്ട് അപ്ലിക്കേഷനും കൂടി ഉണ്ട്, AND IA എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാറ്റന്റിങ് എന്നൊക്കെ പറയുന്ന പുതുതായിട്ട് ഒരു ഇൻവെൻഷൻ കഴിഞ്ഞ് 20 years വരെ മൊണോപ്പൊളി ആയിട്ട് ആ കമ്പനിക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 20 years കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കൊക്കെ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് അതിന് ജനറിക് ഡ്രഗ് അല്ലെങ്കിൽ ജനറ്റിക്കൽ ആയിട്ടുള്ള ജനറിക് പ്രൊഡക്ട്സുകളൊക്കെ ആയിട്ടൊക്കെയാണ് അത് കൺവേർട്ട് ചെയ്യുക. അപ്പൊ AND എന്ന് പറയുന്നത് ജനറ്റിക്കൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ജനറിക് ഡ്രഗ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ഫോമാണ്. ജനറ്റിക് ഡ്രഗ്സുകളല്ല, ജനറിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഈ 20 years കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊരു മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ജനറിക് പ്രൊഡക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ട അപ്ലിക്കേഷൻ ആണ് AND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ചില സമയത്ത് ബയോളജിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനെയാണ് നമ്മൾ ബയോളജിക്കൽ ലൈസൻസ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, BLA അപ്ലിക്കേഷൻസ്. അപ്പൊ ഇത്രയും ഞാൻ ഡിസ്കസ് ചെയ്തത് എന്തിനാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ നമുക്ക് 5 യൂണിറ്റ്സുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്, ദി സ്കോപ്പ് ഈസ് ഡിസൈൻ ടു ഇമ്പാർട്ട് ഫണ്ടമെന്റൽ നോളജ് ഓൺ ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് കൊമേഴ്സ്യലൈസേഷൻ ഫ്രം ദ ലബോറട്ടറി ടു ദ മാർക്കറ്റിംഗ്. 5th സെമസ്റ്ററിൽ നിങ്ങൾ ഫോർമുലേറ്റീവ് ഫാർമസി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ഡ്രഗ് ഡിസ്കവറി നടത്തി ലാബ് സ്കെയിലിൽ നിന്ന് അത് മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന സമയത്ത്, പ്രൊഡക്റ്റിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ അതിന്റെ സ്റ്റേജസുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്നുള്ളതും അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ഏതൊക്കെയാണ്, വേൾഡിലുള്ള ഇന്ത്യയിലുള്ള റെഗുലേറ്ററി അതോറിറ്റി ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഡ്രഗ് അപ്രൂവൽ പ്രോസസ്, എന്തൊക്കെയാണ് റെഗുലേറ്ററി റിക്വയർമെന്റ് ഓഫ് ഡ്രഗ് പ്രൊഡക്ട്സ്, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുന്ന സബ്ജക്ട്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോരോ യൂണിറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. യൂണിറ്റ് 1 നമ്മൾ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ടെക്നിക്കിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇതിൽ എന്താണ് ജനറൽ കൺസിഡറേഷൻ, പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു ലാബ് സ്കെയിലിൽ ഒരു റിസർച്ച് നടത്തി എഫിക്കസ് ആണ്, സേഫ് ആണെന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു വോളിയം കൂട്ടുന്നത് യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ലാബ് സ്കെയിലിൽ യൂസ് ചെയ്ത ടെക്നിക്കിനെ മാനുഫാക്ചറിങ് ഏരിയയിലോട്ടുള്ള ടെക്നിക്കാക്കി മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്,
അതിന് വേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നടത്തുന്ന ഒരു ടെക്നിക്കാണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ജനറൽ കൺസിഡറേഷൻസുകൾ, പേഴ്സണൽ റിക്വയർമെന്റ് എന്താണ്, സ്പേസ് റിക്വയർമെന്റ് എന്താണ്, റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അവിടെയുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് കൺസിഡറേഷൻ ഫോർ സോളിഡ് ഡോസേജ് ഫോം, ലിക്വിഡ് ഓറൽ ഡോസേജ് ഫോംസ്, സെമി സോളിഡ് ഡോസേജ് ഫോം, റെലവന്റ് ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ് സുപാക് ഗൈഡ് ലൈൻസുകൾ, എന്താണ് പ്ലാറ്റ്ഫോം ടെക്നോളജി, ഇത്രയൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 2 വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു കമ്പനി റിസർച്ചർ പാറ്റന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി വേറെ ഒരു ഇൻഡസ്ട്രിയിലോട്ടോ വേറൊരു റിസർച്ചർക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫറിന്റെ WHO ഗൈഡ് ലൈൻസ്, അവിടെ വരുന്ന കുറേയധികം ടെർമിനോളജീസുകൾ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ളത്, അതുപോലെ ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ഫ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടു പ്രൊഡക്ഷൻ, ഗ്രാനുലാരിറ്റി ഓഫ് TT, ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് എന്താണ്, APCT, ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് യൂണിറ്റ് 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 3 വരുന്ന സമയത്ത് റെഗുലേറ്ററി അഫെയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി, എന്താണ് അവളുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, എങ്ങനെയാണ് ഒരു IND അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ബ്രോഷർ, എന്താണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, ഈ അപ്ലിക്കേഷനൊക്കെ വേണ്ട ഡാറ്റ പ്രസന്റേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് യൂണിറ്റ് 4 വരുന്ന സമയത്ത് ഇന്ത്യൻ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് സ്പെസിഫിക് ടു ഇന്ത്യൻ കൺട്രി, എന്താണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, CDSCO എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ്, സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്താണ്, അവരുടെ ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ആൻഡ് യൂണിറ്റ് 5 വരുന്ന സമയത്ത് എന്താണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, എങ്ങനെ വേണം ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്യാണ്ട്, അതിന്റെ ലേ ഔട്ട് എങ്ങനെ വേണം, അവിടെ വേണ്ട യൂട്ടിലിറ്റി സർവീസസുകൾ എന്തൊക്കെയാണ്, മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ, ഫയർ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ്, എന്താണ് ആക്സിഡന്റൽ റെക്കോർഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതും, ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എവിടെയാണ് നമ്മൾ ഈ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് 1 നമ്മൾ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ആണ് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 2 ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 3 നമ്മൾ എന്താണ് റെഗുലേറ്ററി അതോറിറ്റി എന്തെന്നുള്ളതും, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്താണ്, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളതും ഡിസ്കസ് ചെയ്യും. അതുപോലെ യൂണിറ്റ് 4 വരുന്ന സമയത്ത് ഇന്ത്യയിലെ സ്പെസിഫിക് ആയിട്ട് റെഗുലേറ്ററി റിക്വയർമെന്റ് എന്താണ്, CDSCO എന്താണ്, യൂണിറ്റ് 5 വരുന്ന സമയത്ത് എന്താണ് നമ്മളുടെ സേഫ്റ്റി ഹസാർഡ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ സേഫ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് ആണെങ്കിലും ഈ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ട്, അതുപോലെ സിലബസും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.